പൊട്ടനെ ആരോ ചതിച്ചാൽ അവരെ ദൈവം ചതിക്കും എന്ന് പറഞ്ഞ പോലായി EDയുടെ നോട്ടീസ്. നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവർ ഈ മസാല ബോണ്ട്, കിബിയുടെ മസാല ബോണ്ട് സംബന്ധിച്ച അന്വേഷണത്തിലായിരുന്നു. 3-3.5 വർഷമായിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് EDയുടെ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് നൽകി. അതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മുൻ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക്കിനും അടക്കം ആളുകൾക്ക് ഇപ്പോൾ EDയുടെ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് സംബന്ധിച്ച് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ED ഒരു പുതിയ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എന്തോ ഗൂഢാലോചന നടന്നു എന്നാണ് ഈ കേസിൽ പറഞ്ഞിരിക്കുന്നത്, ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട് സന്തോഷിച്ചിരിക്കുകയായിരുന്നു ഇവിടുത്തെ സഖാക്കള്. പക്ഷെ ഇന്ന് രാവിലെ നേരം എടുത്ത് മുഖം കഴുകി കണ്ണുമിഴിച്ചു നോക്കിയപ്പം EDയുടെ നോട്ടീസ് നമുക്ക് വന്ന് കിടക്കുന്നു. ഇപ്പൊ CPMന്റെ നേതാക്കള് നെഞ്ചത്തടിയും പൊട്ടിക്കരച്ചിലുമായിട്ട് രംഗത്ത് വന്നിരിക്കുക. ഇത് തെരഞ്ഞെടുപ്പാകുമ്പോൾ EDയുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണ്. ഈ നോട്ടീസിൽ യാതൊരു അർത്ഥവുമില്ല. BJPയുടെ ദാസ്യവേല ചെയ്യുകയാണ്. ഇത് 1-2 നേതാക്കൾക്കെതിരെ ഉള്ളതല്ല, ഇത് കേരളത്തിനെതിരെ ഉള്ളതാണ്. ഇത് കേരളത്തിന്റെ വികസനത്തിനെതിരെ ഉള്ളതാണ്. ഇത് കിബിയെ അപകീർത്തിപ്പെടുത്താനാണ്. ഇങ്ങനെയുള്ള ന്യായവാദങ്ങളുമായിട്ട് ഇപ്പൊ CPMന്റെ നേതാക്കളും അണികളും രംഗത്തിറങ്ങിയിരിക്കുക.